കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് പ്രകൃതി രമണീയമായാലോ അല്ലേ? ആദ്യം കണ്ട പയർമണി ഉണ്ടല്ലോ, ഇടുക്കിയിൽ നിന്നും അമ്മ വന്നപ്പോൾ കൊണ്ട് തന്ന വിത്താണ് കേട്ടോ. അങ്ങനെ ഒരു പയർമണി കിട്ടിയിരിക്കുന്നു, പിന്നെ ഒരു 2-3 കുഞ്ഞൻ ചക്കയും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രകൃതി രമണീയതെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തുളസി തൈകൾ, എനിക്കെന്ന് പറഞ്ഞാൽ തുളസിയുടെ ആ ഒരു മണം അടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞു തുളസി കൃഷിയാണ്. എവിടെ ഒരു തുളസി തൈ കണ്ടാലും ഞാൻ കൊണ്ട് നട്ട് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് തുളസിയോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന് ശവനാറി പൂവെന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. പക്ഷേ ഇപ്പോൾ ഇവന് ഇംഗ്ലീഷിലൊരു പേരുണ്ടെന്നേ, എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോഴായിരുന്നു ഈ സ്വർണ്ണ കളറിൽ നമ്മുടെ കറുത്തട്ട ചേച്ചി എന്നെയും കൂടെ യൂട്യൂബിൽ എടുക്കുമോ, പിന്നെന്താ അവനെ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തേ. പിന്നെ തൻ്റെ മഴത്തുള്ളികളൊക്കെ ഈറനായി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ലാവണ്ടർ കളറിലൊരു പൂവാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മനസ്സിനൊരു കുളിർമയാണ്. കുളിർമയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് അധ്വാനം. ഇത് സ്ഥിരം ഉള്ള പണിയാണല്ലോ എല്ലാ വീടുകളിലും, എല്ലാ സ്ത്രീകൾക്കും അല്ലേ. ഇപ്പം പിന്നെ വാഷിംഗ് മെഷീൻ്റെയൊക്കെ വരവ് കൊണ്ട് പകുതിയോളം സ്ത്രീകൾക്ക് അല്പം ആശ്വാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്ലിൽ എറ്റിക്കഴുകുന്നതിൻ്റെ സുഖം ഒരു വാഷിംഗ് മെഷീനും കിട്ടില്ലെന്നേ. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും എനിക്ക് ഡെയിലി ഉള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ അമ്മ കഴുകാറുണ്ട്. ഇപ്പം അമ്മയ്ക്ക് കുറച്ച് കൈവേദനയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാനാണ് കഴുകാറ് കേട്ടോ. ഇങ്ങനെ എറ്റി അടിച്ച് കഴുകുന്നതിൻ്റെ സുഖമൊന്നും നമ്മുടെ കറണ്ടിനകത്ത് ഇറങ്ങുന്ന വാഷിംഗ് മെഷീന് കിട്ടുമോ? ഇല്ലെന്നേ. അങ്ങനെ തുണിയെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കഴുകി കുട്ടപ്പനാക്കി. നല്ല വെയിലുണ്ട്. അന്നേരം നമ്മൾ എന്താ ചെയ്യുക, ഗേറ്റൊക്കെ നേരത്തെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്ന ഗേറ്റാണ് കേട്ടോ. അന്നേരം അതിനകത്തേക്ക് നമ്മൾ തുണികൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു വെള്ള ഷർട്ട് കൊണ്ടുപോയപ്പോഴേ ഓർത്തേ, വെള്ള ഷർട്ടല്ല ഇനി തറയിലെ മണ്ണിലെങ്ങനെ വീണ്ടും എനിക്ക് പണിയാവും. പിന്നെന്താ, അവനെ അതിനകത്ത് കൊണ്ടുവച്ചു. ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ അക്ഷയയിലോട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗേറ്റിലിടാനുള്ള തുണികളെല്ലാം ഇട്ടു. ബാക്കിയുള്ള കൈലിയും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അക്ഷയയിലോട്ട് വിരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലൊരു പേടിയുണ്ട്, എന്താണ് മഴ പെയ്യുമോ എന്ന്. കാരണം കാർമേഘങ്ങളിങ്ങനെ പാറി പറന്ന് നടക്കാൻ, നീ തുണിയിട്, ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടേ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. തുണികളൊക്കെ വിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് എപ്പോഴാണ് വെയിൽ വരിക, എപ്പോഴാണ് മഴ വരിക, ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്ത നേരം കൊണ്ട് അമ്മ ബിസിയാണ്. അമ്മ അടുക്കളയിൽ ഉച്ചലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ്. ഒരു ജോലി ഒരാൾ ചെയ്യുമ്പോൾ ഒരു ജോലി മറ്റൊരാൾക്ക് ചെയ്യാമല്ലോ. അങ്ങനെ എന്തായാലും വെളിയിലെ തുണികളും വിരിച്ചു തീർന്നു. ദേണ്ട കാർമേഘങ്ങൾ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.